ഹലോ നമസ്കാരം. ഇതൊരു നാടൻ മരമാണ്. ഒരു 6 വർഷം പ്രായമായ ഒരു നാടൻ മരം. അപ്പോൾ ഈ നാടൻ മരവും ബഡ് മരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഒരു 6 വർഷമൊക്കെ പ്രായമായ ഒരു നാടൻ മരം കാണാൻ വളരെ സാധ്യത കുറവാണ്. കാരണം എല്ലാവരും പറമ്പെല്ലാവരും വൃത്തിയായിട്ട് സൂക്ഷിക്കുമ്പോഴും അങ്ങനെ കാലാടി തന്നെ മുളയ്ക്കുന്ന മരങ്ങളെല്ലാവരും വെട്ടിക്കളയാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു മരം, നാടൻ മരം ഇങ്ങനെ ഒത്തു കിട്ടിയപ്പോൾ നിങ്ങളിലേക്കാണ് കാണിക്കാം. രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കി തരാമെന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ 6 വർഷമായി ഈ മരം കണ്ടാലറിയാം, ഈ മരം ഒത്തിരി കാഴ്ചയിൽ തന്നെ ഈ ദൃഷ്ടിയാൽ നമ്മൾ കാണുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ഇതിനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഷേപ്പിലുള്ള വ്യത്യാസക്കുറവ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തൊലിയുടെ കളർ വ്യത്യാസം, ഇലയുടെ വ്യത്യാസം, മൊത്തത്തിലൊരു ഷേപ്പ് വെച്ച് നോക്കിയാലും എല്ലാം കൊണ്ടും നമുക്ക് നാടൻ മരം ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാവും. ഇതിന് പൊതുവെ പാലും കുറവായിരിക്കും. മറ്റതുപോലെ തന്നെ ഈ തൊലിക്കട്ടി ഇതുണ്ട്, നമ്മൾ വിരലിന് നുള്ളിയാൽ തന്നെ ഇതിങ്ങനെ പറഞ്ഞു വരും. തൊലിക്കട്ടി പട്ടക്കനം വളരെ കുറവായിരിക്കും ഈ സാധനത്തിന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പ്രത്യുൽപാദന ശേഷിയും അല്ലെങ്കിൽ ഓരോ രാജ്യത്ത് വേണ്ട കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ചും അവിടുത്തെ മണ്ണിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചും ആണ് ഓരോ രാജ്യക്കാരും ഓരോ ക്ലോൺ തിരിക്കുകയും ആ ക്ലോൺ ഈ നാടൻ മരത്തിലേക്ക് ബഡ് ചെയ്ത് നമ്മുടെ സ്ഥലത്ത് പ്ലാന്റ് ചെയ്യുകയും ചെയ്തത്. അപ്പം നമ്മുടെ റബ്ബർ ബോർഡാണെങ്കിൽ RRI എന്ന് പേരിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വേണ്ട രീതിയിലുള്ള ക്ലോണുകൾ ഇറക്കി. അതുപോലെ തന്നെ മലേഷ്യയിലാണെങ്കിൽ അങ്ങനെ, പിന്നെ ശ്രീലങ്കയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എല്ലാവരും അവരവരുടെ കാലാവസ്ഥയ്ക്ക് വേണ്ട രീതിയിൽ ഈ സാധനത്തിന് ഈ തൈനെ സെറ്റ് ചെയ്ത് അവരവരുടെ രീതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറാക്കിയതാണ് ബഡ്ഡിങ്. അതുപോലെ തന്നെ ഈ നാടൻ മരത്തിനാണെങ്കിലും പല രോഗങ്ങൾ പിടിക്കാനൊക്കെ വളരെ സാധ്യതയുള്ള ഒത്തിരി രോഗങ്ങൾ പിടിക്കും. മറ്റേ മരത്തിനെ അപേക്ഷിച്ച് പല രോഗങ്ങളും ഇതിന് കൂടുതലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിലെ ആമസോൺ കാടുകളിൽ നിന്നാണ് ഈ റബ്ബർ കണ്ടുപിടിച്ചതെന്നാണ് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെ അവിടെ ചാവൂച്ച് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വൃക്ഷം റബ്ബർ എന്നുള്ള പേരിലേക്കാക്കി നമ്മുടെ നാട്ടിലേക്ക് പല നാട്ടിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ ചാവൂച്ച് എന്ന് പറഞ്ഞാൽ കരയുന്ന മരം, അല്ലെങ്കിൽ പാല് പൊടിക്കുന്ന വസ്തു, അങ്ങനെയൊക്കെയാണ്. കരയുന്ന മരം, പാല് വരുന്ന മരം, അതൊക്കെയാണ് ആ ചാവൂച്ച് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ആ ഒരു പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്ന വസ്തു ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നാടൻ മരം, ഇത് പറഞ്ഞാൽ സാധാ മരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതേ പ്രായത്തിൽ തന്നെയുള്ള, അതായത് 6 വർഷമായ പ്രായത്തിൽ തന്നെയുള്ള ബഡ് മരം നിങ്ങളെ കാണിച്ചു തരാം. എങ്കിലാണ് നിങ്ങൾക്ക് രണ്ടിൻ്റെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കത് അടുത്ത് ഇതേ പ്രായത്തിൽ തന്നെയുള്ള തൈ ഇവിടെ നിൽപ്പുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 6 വർഷം പ്രായം, അതേ പ്രായമുള്ള ഒരു തൈയാണിത്. അപ്പം ഇതിൻ്റെ വ്യത്യാസവും അതിൻ്റെ വ്യത്യാസവും നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് ദൃഷ്ടിയിൽ കാണുന്ന വ്യത്യാസവും അല്ലാതെ പ്രത്യുൽപാദന ശേഷിയും പ്രതിരോധ ശേഷിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതാണ് മെയിനായിട്ട് ഈ ബഡ് തൈയും ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, തൈ നിൽക്കണുണ്ടോ, അത് നമ്മളുടെ വ്യത്യാസം. അതിനാണ് നമ്മൾ ബഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് മരം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.